മസ്തിഷ്ക മരണത്തെ തുടർന്ന് കൊല്ലം കരുനാഗപ്പള്ളി ആലങ്കടവ് സ്വദേശിയായ ഡാലി ടീച്ചറിന്റെ ബന്ധുക്കൾ അവയവദാനത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് 6 പേരുടെ നവജീവിതത്തിന് വെളിച്ചമായി മാറി. കുഴിത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു ടീച്ചർ. ടീച്ചറെ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജൂലൈ 19 വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് കുടുംബ അംഗങ്ങൾ അവയവദാനത്തിന് സമ്മതം അറിയിച്ചു. ഹൃദയം, മറ്റ് 5 അവയവങ്ങളാണ് അവയവദാനം നടത്തിയത്. തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുള്ള തൃശൂർ ചാവക്കാട് സ്വദേശിനി 14 വയസ്സുകാരിക്കാണ് ഹൃദയം മാറ്റിവെച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ 11:30ഓടെയാണ് അവയവം ശ്രീചിത്രയിൽ എത്തിച്ചത്. ആഭ്യന്തര വകുപ്പ് ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ഹൃദയം ശ്രീചിത്രയിൽ എത്തിച്ചത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഏക സർക്കാർ ആശുപത്രി. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ ശസ്ത്രക്രിയയാണിത്. ചികിത്സാരംഗത്തെ മറ്റൊരു അഭിമാന നേട്ടം കൂടിയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും, ഒരു വൃക്കയും കരളും ടീച്ചർ ചികിത്സയിലിരുന്ന ആശുപത്രിയിലെ രോഗികൾക്കും, നേത്രപടലങ്ങൾ കണ്ണാശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ വഴിയാണ് അവയവ വിന്യാസം നടത്തിയത്. ടീച്ചറിന്റെ കുടുംബം നടത്തിയ മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ ടീച്ചർ ഇപ്പോഴും വിവിധ വ്യക്തികളിലൂടെ ജീവിച്ചിരിക്കുന്നു.